ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ വെടിവെപ്പിൽ കപ്പലുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം. IRGCയുടെ 2 ഗൺബോട്ടുകളാണ് വെടിയുതിർത്തതെന്ന് ഒരു കപ്പലിലെ ക്യാപ്റ്റൻ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. പേർഷ്യൻ ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ കപ്പലുകളിലെ ജീവനക്കാരോട് ജാഗ്രത കടുപ്പിക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകി. ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഷിപ്പിംഗ് മന്ത്രാലയം ഇന്ന് വ്യക്തമാക്കിയേക്കും. വിവരങ്ങളുമായി അച്യുതൻ ചേരുന്നു. അച്യുതൻ, അങ്ങനെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ IRGCക്ക് വെടിവെക്കേണ്ട ഒരു കാര്യവുമില്ല, അങ്ങനെ യാതൊരു പശ്ചാത്തലമില്ല, പൊളിറ്റിക്കൽ പശ്ചാത്തലമില്ല, ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ വെടിയുതിർക്കൽ എന്നതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നുണ്ടോ? ഇന്ത്യ കുറച്ചുകൂടി കടുത്ത പ്രതിഷേധം അതിൽ രേഖപ്പെടുത്താനിടയുണ്ടോ? വിളിച്ചു വരുത്തി പ്രതിഷേധിച്ചതിനപ്പുറം അച്യുതൻ. ഗുഡ് മോർണിംഗ് ഹാഷ്മി കൃഷ്ണ. ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധ പശ്ചാത്തലത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഇന്നലെ ഉണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇന്ത്യയിലെ ഇറാന്റെ പ്രതിനിധിയെ വിളിച്ചു വരുത്തി അതൃപ്തി അറിയിച്ചു. ഒപ്പം തന്നെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത ഒരുക്കണമെന്നൊരു ആവശ്യം വീണ്ടും മുന്നോട്ട് വയ്ക്കുകയും ഉണ്ടായി. എന്തായാലും അതിനെല്ലാം ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതായത് ഈ 2 കപ്പലുകൾക്ക് നേരെയാണ് ഈ വെടിവയ്പ് ഉണ്ടായത്. കപ്പലുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കപ്പലുകൾക്ക് ഈ ഹോർമുസ് കടലിടുക്ക് കടക്കുവാനുള്ള അനുമതി ഇറാന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ ഇത് കടക്കുന്നതിനിടയിലാണ് ഈ 2 കപ്പലുകൾക്ക് നേരെയും വെടിവയ്പ് ഉണ്ടായത്. തുടർന്ന് ഈ കപ്പലുകൾ വീണ്ടും അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇതിൽ ചില ക്രൂ അംഗങ്ങളുടെ ഓഡിയോകൾ ചില മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഈ ക്ലിയറൻസ് ലഭിച്ചതിനെ തുടർന്നാണ് തങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോഴാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വെടിവയ്പ് ഉണ്ടായിരിക്കുന്നതെന്നുള്ള ചില ഓഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IRGCയുടെ 2 ഗൺബോട്ടുകളാണ് ഈ കപ്പലിന് നേരെ വെടിയുതിർത്തത് എന്നത് ഒരു കപ്പലിലെ ക്യാപ്റ്റൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇറാൻ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ കപ്പലുകളുടെ ഗതി മാറ്റാനായിട്ടാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതായിരുന്നു ഇറാൻ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഈ വിഷയത്തിൽ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ എടുത്തുകൊണ്ട് ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ചു. ഒപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ കൂടി ഇന്ത്യ പരിശോധിച്ചു വരികയാണ്. അതായത് കപ്പലുകൾക്ക് ഈ സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട നാവികസേനയുടെ കപ്പലുകളെ വിന്യസിക്കുന്ന കാര്യമടക്കം ഇപ്പോൾ പരിശോധിച്ചു വരുന്നുണ്ട്. നേരത്തെ തന്നെ അത്തരം കാര്യങ്ങൾ ഇന്ത്യയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നതാണ്. കാരണം ഹോർമുസ് കടലിടുക്കിൽ ഇത്തരമൊരു ഭീഷണി, ഒരു വെല്ലുവിളി നിലനിന്നിരുന്ന സാഹചര്യത്തിൽ പോലും ഈ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളെ അകമ്പടിക്കായി അയച്ചുകൊണ്ട് കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കുക എന്നുള്ളത് ഇന്ത്യയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നൊരു വിഷയമാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ഇന്ത്യ പരിശോധിക്കുകയാണ്. ഒപ്പം തന്നെ പേർഷ്യൻ ഗൾഫ് മേഖലയിലുള്ള കപ്പലുകൾക്കും കപ്പൽ ജീവനക്കാർക്കും അതീവ ജാഗ്രത പുലർത്തുവാനുള്ള നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. ഹാഷ്മി കൃഷ്ണ. ശരി, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അച്യുതൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.